ഹായ് ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു ആംപ്ലിഫയർ, അതായത് ഒരു 5.1 ആംപ്ലിഫയർ അസംബ്ലി ചെയ്യാനുള്ള ബോർഡും അതിൻ്റെ ക്യാബിനും ട്രാൻസ്ഫോമറും ഒക്കെയാണ്. ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത് നമുക്ക് ടൊറോയിഡൽ ട്രാൻസ്ഫോമറാണ് ഈ ഒരു ആമ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ 52001943 വരുന്ന പവർ ആംപ്ലിഫയറാണ്, അതായത് സബിൻ്റെ ആംപ്ലിഫയർ അതാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൽ വരുന്ന സബിൻ്റെ ഫിൽറ്റർ നമുക്ക് LM324 IC ഉപയോഗിച്ചിട്ടുള്ള ഫിൽറ്ററാണ്. അത് നമുക്ക് 27027 നമുക്ക് വോൾട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു സബിൻ്റെ ഫിൽറ്ററാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൽ വരുന്ന 5 ചാനലിൻ്റെ ബോർഡ് നമ്മളെ 2030 ആണ്, അതായത് 2030 ഉപയോഗിക്കുന്ന 5 ചാനലിൻ്റെ ബോർഡ്. അപ്പോൾ ഞാൻ ആ ഒരു ബോർഡിൻ്റെ വീഡിയോ ഞാൻ മുമ്പ് ചെയ്തപ്പോൾ ഒരു ആമ്പ് അത് വെച്ച് ചെയ്ത് ഞാൻ വീഡിയോ ഇട്ടപ്പോൾ ആ ആമ്പ് അത്ര പോരാ എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോരുത്തർ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ആമ്പ് പോരാന്ന് പറഞ്ഞാൽ അതിൻ്റെ യഥാർത്ഥത്തിലുള്ള വർക്കിംഗ് അവർക്ക് ആക്കിയെടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ് അവരത് ആ ഒരു ബോർഡ് പോരാ, അതിൻ്റെ IC ഡ്യൂപ്ലിക്കേറ്റാണ്, IC ഇപ്പം നല്ലത് കിട്ടാനില്ല എന്നൊക്കെ പറയുന്നത്. അത് ഞാൻ ചെയ്തിട്ടുള്ള ആംപ്ലിഫയർ കേൾക്കാത്തതുകൊണ്ടാണ് അവരങ്ങനെ പറയുന്നത്. ചാനൽ 15 വാട്ട്സേ കിട്ടുള്ളൂ, അതായത് ഒരു ചാനൽ 15 വാട്ട്സേ കിട്ടുള്ളൂ. ഈ TDA 2030 IC 5 ചാനൽ ഇടുമ്പോൾ നമുക്ക് ഒരു ചാനലിൽ 15 വാട്ട്സേ കിട്ടുള്ളൂ. പക്ഷേ അത് നല്ല ക്വാളിറ്റി ഉള്ള ഒരു ഔട്ട്പുട്ട് തന്നെ ആയിരിക്കും. അത് ഈ 15 വാട്ട്സ് എന്ന് പറയുന്നത് നല്ല കേൾക്കാൻ നല്ല രസമായിരിക്കും അതിൽ ശരിക്കും. പിന്നെ 5 ചാനൽ അതിലും കൂടുതൽ വാട്സിലുള്ളത് ചെയ്യാൻ അറിയായിട്ടല്ല, അത് നമ്മൾ പാർട്ടീൻ്റെ കയ്യിലുള്ള ഒരു ബഡ്ജറ്റിനനുസരിച്ചല്ലേ നമുക്ക് അവർ പറയുന്ന പോലെയല്ലേ നമുക്ക് ആംപ്ലിഫയർ ചെയ്യാൻ പറ്റുള്ളൂ. അവരുടെ കയ്യിലുള്ള ഒരു പൈസക്ക് അനുസരിച്ചാണ് ആംപ്ലിഫയർ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഈ TDA 2030 ഇടുന്നത്. പക്ഷേ അതൊരു മോശമല്ല, അതൊരു മോശമായിട്ടാണ് ഓരോരുത്തർ കമൻറ്റ് ഇടുന്നത് ആ ഒരു IC. പിന്നെ ഇതിൽ ഉപയോഗിച്ചിട്ടുള്ള ആ ഒരു ക്യാബിന് G-Techൻ്റെ ക്യാബിനാണ്, 5.1 ആമ്പ് ചെയ്യുന്ന G-Techൻ്റെ ക്യാബിനാണ്. പിന്നെ എഫക്റ്റിൻ്റെയാണ് ബാസ് ട്രബിൾ ബോർഡ് ഉപയോഗിച്ചിട്ടുള്ളത്. ബാസ് ട്രബിൾ ബോർഡ് ഉപയോഗിക്കാൻ പോകുന്നത് എഫക്റ്റിൻ്റെ ബാസ് ട്രബിൾ ബോർഡാണ്. പിന്നെ ഇതിൻ്റെ ഈ ക്യാബിൻ ഞാനൊരു ഷോർട്ട് വീഡിയോ ആയിട്ട് ഇട്ടിട്ട് എല്ലാവർക്കും പരിചയപ്പെടുത്തി തന്നൊരു ക്യാബിനാണത്. ഈ ഒരു ആമ്പ് ഫുള്ളായിട്ട് ഇതിൻ്റെ വർക്ക് കഴിഞ്ഞിട്ട് ഞാനൊരു വീഡിയോ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്യും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.